അഡീനിയം പ്ലാന്റിൻ്റെ ഭംഗിയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് ഭംഗിയാണ് ഓരോ അഡീനിയം പ്ലാന്റിൻ്റെയും പൂക്കൾക്ക്. ഇത്ര മനോഹരമായിട്ട് ഈ പൂക്കളെല്ലാം വിരിയാനായിട്ട് എന്താണ് അതിൻ്റെ ഒരു രീതികളെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ്, മുട്ടുകൾ ഇഷ്ടം പോലെ അഡീനിയം പ്ലാന്റുകളിൽ വരും, പക്ഷേ ഒരു മുട്ടുകൾ പോലും വിരിയാറില്ല. അതിന് പല കാരണങ്ങളാണ് ഉള്ളത് കേട്ടോ. ഒരു കാരണം തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ഒന്നാമതായിട്ട് വെള്ളം ഒഴിക്കുന്നൊരു രീതിയുണ്ട്. ഇതിൻ്റെ ചുവട്ടിൽ മാത്രമേ വെള്ളം കൊടുക്കാവൂ. മുട്ടുകളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ കെട്ടി നിന്ന് പെട്ടെന്ന് ചീയാനുള്ള സാധ്യത ഉണ്ട്. ആ പൂക്കളുടെ ഭംഗി കുറയാനും അതുപോലെ തന്നെ വിരിയുന്ന മുട്ടുകൾ അവിടെ തന്നെ നിന്ന് അഴുകിപ്പോകാനും സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അഡീനിയം പ്ലാന്റ് മുട്ടുകളൊക്കെ വളർന്ന് അല്ലെങ്കിൽ നല്ല തളർത്ത് നിൽക്കുന്ന ആ സമയങ്ങളിൽ അതിൻ്റെ ചുവട്ടിൽ മാത്രമേ വെള്ളം കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇതിൻ്റെ പോട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ പലരും പല രീതിയിലുള്ള പോട്ട് മിക്സാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒത്തിരി വെള്ളം കെട്ടി നിൽക്കുന്ന പോട്ട് മിക്സാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം 5 ദിവസം ഒക്കെ കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി, ഒരു പ്രശ്നവും ഇല്ല. അല്ലെങ്കിൽ തന്നെ അഡീനിയം പ്ലാന്റിന് വെള്ളം ഒഴിച്ചില്ലെങ്കിലും വലിയ വിഷയങ്ങളുള്ളതല്ല. ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ വെള്ളം കൊടുത്താലും മതിയാവും. പക്ഷേ എൻ്റെ ഒരു പോട്ട് മിക്സ് എന്ന് പറയുന്നത് ഇതുപോലെ ലൂസായിട്ടുള്ള ഒരു പോട്ട് മിക്സാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നും വെള്ളം ഒഴിച്ച് ഇതുങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു ഉണക്ക് തട്ടുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് എന്നും ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് പ്ലാന്റ് പെട്ടെന്ന് ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇങ്ങനത്തെ ഒരു പോട്ട് മിക്സ് തയ്യാറാക്കിയിരിക്കുന്നതുകൊണ്ട് വെള്ളം ഒത്തിരി കെട്ടി നിൽക്കാത്തത് കൊണ്ട് ഇതിൻ്റെ കോഡക്സ് പെട്ടെന്ന് അഴുകിപ്പോകത്തില്ല. അതേസമയം അല്പം വെള്ളം കെട്ടി നിൽക്കുന്ന മണ്ണും ചകിരിച്ചോറും അങ്ങനെയുള്ളതായ സംഭവങ്ങളൊക്കെ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ 3 ദിവസം 4 ദിവസം കൂടുമ്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആ സമയത്ത് അങ്ങനെയുള്ള പോട്ട് മിക്സിൽ എന്നും വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഈ പൂമൊട്ടുകൾ പെട്ടെന്ന് തന്നെ ആ വെള്ളം കൂടുതലും കൊണ്ട് അഴുകിപ്പോകാനായിട്ട് അല്ലെങ്കിൽ ഉണങ്ങിപ്പോകാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അഡീനിയം പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ വില്ലൻ ഈ വെള്ളം തന്നെയാണ് കേട്ടോ. വെള്ളം നന്നായിട്ട് കൊടുത്തില്ലെങ്കിലും വെള്ളം കൊടുത്താലും പ്രശ്നമാണ്. അപ്പം അതിൻ്റെ ഒരു നിലവാരം അനുസരിച്ച് ഓരോരുത്തരും വളർത്തുന്ന അഡീനിയം പ്ലാന്റിൻ്റെ നിലവാരം അനുസരിച്ച് അതിൻ്റെ പോട്ട് മിക്സും ആ പ്ലാന്റിനെയും കുറിച്ച് ശരിക്കും മനസ്സിലാക്കി നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്ലാന്റ് നല്ലൊരു പ്ലാന്റായിട്ട് തന്നെ നിൽക്കും, ഇഷ്ടം പോലെ പൂക്കൾ തരും. ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റിനും ഒരേപോലത്തെയുള്ള പോട്ട് മിക്സാണ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒന്നിച്ച് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് അതിന് യാതൊരു പ്രശ്നവും വരാറില്ല. അപ്പോൾ ഇത്രയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം പൂക്കൾ നിങ്ങളുടെ അഡീനിയത്തിലും ഉണ്ടാവും. നല്ലൊരു പ്ലാന്റാണ് അഡീനിയം പ്ലാന്റ്. പിന്നെ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല വെയിലുള്ള സമയം, മഴയൊക്കെ കഴിഞ്ഞ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നല്ല വെയിലുള്ള സമയങ്ങളിൽ ഇതിൻ്റെ ശിഖരങ്ങൾ ഒന്ന് മുറിച്ച് കൊടുക്കുക. ആ ശിഖരങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് നമുക്ക് മാറ്റി നടാനും പറ്റും. അതുതന്നെയല്ല, നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഇതിൻ്റെ ശിഖരങ്ങൾ വെട്ടിക്കൊടുക്കാം. എത്രയും പൊക്കത്തിലാണോ അത്രയും പൊക്കത്തിൽ കട്ട് ചെയ്യാം. ഇനിയും പൊക്കം കുറച്ച് വേണോ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കൂടുതൽ പൂക്കൾ ആ ശിഖരങ്ങൾ നമ്മൾ മുറിച്ച് മാറ്റുന്നതനുസരിച്ച് ഒരു കമ്പയിൽ തന്നെ 3-4 ചെറിയ കിളിർപ്പുകൾ വരും. അതിൽ നിറയെ മുട്ടുകളായിരിക്കും. അങ്ങനെ നിറയെ പൂക്കളെ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം. ആ സമയത്ത് ഇത് കമ്പ് മുറിച്ച് കൊടുക്കുന്ന സമയങ്ങളിൽ തന്നെ നന്നായിട്ട് വളം ചെയ്യണം കേട്ടോ. ഞാൻ അല്പം ചാണകപ്പൊടിയും എല്ലുപൊടിയും അല്പം ചാരവും ഒക്കെ ആ സമയത്ത് തന്നെ മുട്ടത്തോടിൻ്റെ പൊടിയും ഇതൊക്കെ ആ സമയത്ത് തന്നെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരുകയും ചെയ്യും, ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ നമ്മൾ അഡീനിയം പ്ലാന്റിനെ വളർത്തുമ്പോൾ മനസ്സിലാക്കിയിരുന്നാൽ ഇഷ്ടം പോലെ പൂക്കളെ കണ്ട് ആസ്വദിക്കാനായിട്ട് നമുക്ക് ഇടയാകും. അതുമല്ല, അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഒരു പൂവായിട്ട് പോലും എന്ത് ഭംഗിയാണ് ഇത് കാണാനല്ലേ. അപ്പോൾ ഈ പ്ലാന്റ് നിറയും പൂക്കളായാലോ, അത് ഇഷ്ടം പോലെ മുട്ടുകളുണ്ട്. അവർ വിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാവും. ഈ പ്ലാന്റൊക്കെ ഞാൻ ഇവരെക്കുറിച്ച് ഇങ്ങനെ വിവരിക്കണമെന്നും കണ്ട് വീഡിയോസും ഫോട്ടോസും എടുക്കുന്നതല്ല. പക്ഷേങ്കിൽ എടുത്ത് പിന്നെ ഒന്നുകൂടെ കാണുമ്പോഴത്തേക്ക് എന്നാൽ 2 വാക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കാം. നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ പലർക്കും അറിയാതെ പോകും. അപ്പം അത് മറ്റുള്ളവരിൽ എത്തിക്കാൻ വേണ്ടി കൂടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ പെട്ടെന്ന് പുഴുക്കൾ ഉണ്ടാവും. ഇതിൻ്റെ തളർത്ത് വരുന്ന ഇലകളും തണ്ടുകളും പൂമൊട്ടുകളും അതിലെ നീര് വലിച്ചു കുടിക്കുകയും പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകാനും ഇടവരും.
അപ്പോൾ അതിനെ നമ്മളെടുത്ത് കൊന്നു കളയുക. എല്ലാ ദിവസവും ഇതിനെ സന്ദർശിക്കുക. ഇതിൻ്റെ അടുത്ത ഇലകളും തണ്ടുകളും ഇതളുകളും എല്ലാം നോക്കുക. പുഴുക്കളുണ്ടെന്നറിഞ്ഞാൽ ഉടനെ തന്നെ അവയെ നശിപ്പിച്ച് കളയുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടീന ഒരു സുന്ദരി തന്നെയാണ്. ഒരു പ്ലാന്റിൽ തന്നെ പല പൂക്കളും ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത ദിവസം തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു ചെടിയിൽ 3, 4, 5 കളറുള്ള പൂക്കൾ വിരിയും. അതിനെക്കുറിച്ച് അതെങ്ങനെയാണെന്നും അതെങ്ങനെയാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്നും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ അടുത്തൊരു ദിവസം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അഡീനിയം പ്ലാന്റിൻ്റെ എൻ്റെ വിശേഷങ്ങൾ. അപ്പം അടുത്ത ദിവസം മറ്റൊരു വിശേഷമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പ്ലാന്റുമായിട്ട് വീണ്ടും കാണാം.